Celebrating 50 years. Majestic Jewelers. തിരക്കഥാകൃത്താവാൻ മോഹിച്ച് സിനിമ സ്വപ്നം കണ്ട മഷഹൂദ് എത്തിയത് സംഗീത വഴിയിൽ. തമിഴ് നടനും സംവിധായകനുമായ സന്തോഷ് നമ്പിരാജയുടെ ഉഴൈപ്പാളർ ദിനം എന്ന സിനിമയിലെ 3 പാട്ടുകളുടെയും സംഗീത സംവിധാനം നിർവഹിച്ചത് തിരുച്ചമ്പ്ര സ്വദേശിയായ മഷഹൂദ് ഹംസയാണ്. എഴുത്തും പാട്ടും ഒരുപോലെ ഇഷ്ടപ്പെട്ട മഷഹൂദിന് നല്ലൊരു തിരക്കഥാകൃത്താവാനായിരുന്നു ആഗ്രഹം. ചെറുപ്പം തൊട്ടേ പാട്ടുകൾ എഴുതി തുടങ്ങിയ മഷഹൂദ് മാപ്പിളപ്പാട്ട് രചനയിലൂടെയാണ് ഈ രംഗത്ത് സാന്നിധ്യം അറിയിച്ചത്. ഇഷ്കിൻ ഇസ എന്ന ആൽബത്തിലെ പാട്ടുകളുടെ രചനയും സംഗീതവും നിർവഹിച്ചത് മഷഹൂദാണ്. പ്രശസ്ത ഗായകരായ അഫ്സൽ, വിധു പ്രതാപ്, ജ്യോത്സ്ന, സിത്താര, മൃദുല വാര്യർ തുടങ്ങിയവരാണ് പാടിയിട്ടുള്ളത്. ഒട്ടേറെ പാട്ടുകളുടെ രചന നിർവഹിച്ചു. തരക്കേടില്ലാതെ പാടാനും കഴിയുന്നതിനാൽ ചില ആൽബങ്ങളിലും പാടി. അഴകൊത്തൊരു സുന്ദരി, അലിവൊത്തൊരു കൺമണി, അനുരാഗ പൂവാണു നീ, എൻ്റെ അഴകേറും ഹൂറിയാണു നീ. സംഗീത ലോകത്തേക്കുള്ളൊരു വരവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറുപ്പം മുതലേ പാട്ടിനോട് ഭയങ്കര ഇഷ്ടം. അത് പാട്ടിനോടെന്നല്ല, എഴുത്തിനോടും. അങ്ങനെ ആ എഴുത്തിലൂടെയാണ് പാട്ടിലേക്ക് എത്തുന്നത്. നമ്മൾ ഒരു കാലത്ത് നമ്മൾ പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ ട്രെൻഡിങ് ആയിട്ട് മാപ്പിളപ്പാട്ടിൻ്റെ ഒരു തരംഗം തന്നെ ഉണ്ടായിരുന്നു കുറച്ച് സമയം അത്. അപ്പോൾ ആ സമയത്താണ് നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി നോക്കിക്കൂടാന്നുള്ളൊരു ചിന്ത വന്നിട്ടാണ് സ്വയം എഴുതി പാട്ട് ട്യൂൺ ചെയ്തത്. അങ്ങനെ 2 ആൽബങ്ങൾ, മാപ്പിള ആൽബങ്ങൾ ചെയ്തു. അതിനകത്ത് ഒരു ആൽബത്തിനകത്ത് അഫ്സലാണ് അന്നത്തെ ടോപ്പ് മോസ്റ്റിൽ നിൽക്കുന്നൊരു പ്ലേബാക്ക് സിംഗറായിരുന്നു അഫ്സലാണ് ഒരു പാട്ട് പാടിയത്. പിന്നെ വേറൊരെണ്ണം ചെയ്തതിൽ വിധു പ്രതാപ്, ജ്യോത്സ്ന, അങ്ങനെ പ്ലേബാക്ക് സിംഗേഴ്സിനെ കൊണ്ട് തന്നെ പഠിപ്പിച്ചത്. അപ്പം അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു സംഗീത ലോകത്തേക്ക് നമ്മൾ യാദൃശ്ചികമായിട്ട് എത്തുന്നത്. തിരക്കഥാമോഹം മനസ്സിൽ സ്വപ്നം കണ്ടു കഴിഞ്ഞ മഷഹൂദിന് ജീവിതം കരുപിടിപ്പിക്കാൻ പ്രവാസിയാകേണ്ടി വന്നു. നാട്ടിൽ തിരിച്ചെത്തിയ ശേഷമാണ് വീണ്ടും സജീവമായത്. പിന്നെ മേഖല എന്ന് പറഞ്ഞാൽ എഴുത്തന്നെയായിരുന്നു. ആ സമയത്ത് നമ്മുടെ സുഹൃത്തുക്കൾ ഇവിടെ നാട്ടിൽ തിരൂർ തന്നെ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഫേം തുടങ്ങി. പിന്നെ ഞാൻ അവരെ കൂടെ ജോയിൻ ചെയ്ത് അവിടെ നിന്നാണ് ഈ പരസ്യ മേഖലയിലേക്ക് തിരിഞ്ഞത്. അപ്പോൾ ആ കാലത്ത് നമ്മൾ കുറേ പരസ്യങ്ങൾ ചെയ്ത്, ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നൊരു ബ്രാൻഡാണ് പോപ്പീസ്. അവരുടെ സ്റ്റാർട്ടിങ് ആയിരുന്നു ആ സമയത്ത്. അവരുടെ സ്റ്റാർട്ടിങ്ങിലുള്ളൊരു ജിങ്കിള്, അന്ന് നമ്മൾ സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടുന്നതിന് മുമ്പ് സിത്താര പാടിയിട്ടുള്ളൊരു ജിങ്കിള് ഞാനാണ് ചെയ്തത്. പിന്നെ അങ്ങനെ കുറേ പരസ്യങ്ങൾ നമ്മുടെ നാട്ടിലുള്ളതും നാട്ടുപുറത്തൊക്കെ ആയിട്ടുള്ള കുറേ ജിങ്കിളുകളൊക്കെ ചെയ്തു. പിന്നെ ഷോർട്ട് മൂവീസ്, സ്ക്രിപ്റ്റുകൾ, ഈ ജിങ്കിളിന് വേണ്ടി നമ്മൾ പരസ്യങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ ചെറിയ ചെറിയ സ്ക്രിപ്റ്റുകൾ എഴുതിയിരുന്നു. ആ സ്ക്രിപ്റ്റുകളിൽ നിന്ന് പിന്നെ അത് ഷോർട്ട് മൂവിയിലേക്ക് മാറി. അങ്ങനെ ഷോർട്ട് മൂവി ചെയ്തു. പിന്നെ എഴുത്തും പാട്ടൊക്കെ ആയിട്ട് തന്നെയായിരുന്നു നമ്മളിങ്ങനെ പോയിരുന്നത്. അതിനകത്ത് കുറച്ച് കാലം നമ്മൾ പ്രവാസിയായി. ഇതൊക്കെ ഒന്ന് മാറി നിന്നിട്ട് പ്രവാസിയായി. പക്ഷേ നമ്മുടെ ഉള്ളിൽ ഈ കല എന്ന് പറയുന്നൊരു സാധനം ഉള്ളതുകൊണ്ട് നമുക്ക് എവിടെയും നമുക്കൊരു ഗ്രിപ്പ് കിട്ടിയില്ല, പിടിച്ച് നിൽക്കാൻ പറ്റില്ല. വീണ്ടും നാട്ടിലേക്ക് വന്ന് നമ്മുടെ എഴുത്തും പാട്ടുകളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിരുന്നു. പലരും നിരുത്സാഹപ്പെടുത്താനാണ് ശ്രമിച്ചത്. എന്നാൽ അത് തനിക്ക് മുന്നോട്ടുള്ള യാത്രയ്ക്ക് വലിയ പ്രചോദനമാണ് നൽകിയതെന്ന് മഷഹൂദ് ഹംസ പറഞ്ഞു. കടപ്പാട് എന്ന് പറഞ്ഞാൽ നമ്മളെ കൂടെ നിന്നവർ, കാരണം കൂടെ നിൽക്കുന്നവരെന്ന് പറഞ്ഞാൽ നമ്മളെ കളിയാക്കിയിട്ടാണ്. ആ കളിയാക്കലാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രചോദനം. നേരെ മറിച്ച് ഞാൻ ചെയ്യുന്നതൊക്കെ അടിപൊളിയാണെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ തന്നെ നിൽക്കുള്ളൂ. നമുക്ക് ഉയരാനുള്ളൊരു സ്പേസ് പിന്നെ നമ്മൾ കാണില്ല. പക്ഷെ നമ്മളെ കൂടെ നിൽക്കുന്നവർ ഇതെന്ന് ചെയ്യാനാണ്, ഇങ്ങനെ അവർ ഈ പറയുമ്പോഴാണ് നമുക്കതെന്ത് ചെയ്യണത്, ഒരു പ്രചോദനമാവുന്നത്, വെട്ടിപ്പിടിക്കണം എന്നുള്ളത്. ഒരുപാട് സ്ട്രഗിളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്താണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പം നമ്മളെ കൂടെ നിന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മുടെ ഫാമിലി, അതുപോലെ നമ്മുടെ ഫ്രണ്ട്സ്, അതുപോലെ എടുത്തു പറയാനുള്ളത് എൻ്റെ ഒരു പ്രിയ അധ്യാപകനുണ്ട്, രാജീവ് മാഷ് എന്ന് പറയും, എന്നെ പഠിപ്പിച്ച ഒരു അധ്യാപകൻ എന്നുള്ളതിനെക്കാട്ടി അപ്പുറത്തേക്ക് ഒരു കട്ടച്ചങ്ക് എന്നൊക്കെ പറയുന്നമാർക്ക് നമുക്ക് എന്തും ഏതും എഴുത്തുമായി ബന്ധപ്പെട്ടിട്ടോ പാട്ടുമായിട്ടോ എപ്പോൾ വേണമെങ്കിലും എന്തും ചോദിക്കാം, ഏത് പാതിരാക്കും. ഞാൻ ഫസ്റ്റ് ഒരു ട്യൂണ് ക്രിയേറ്റ് ചെയ്ത് ഫസ്റ്റ് മാഷിന് അയച്ചു കൊടുക്കും, സജഷൻ ചോദിക്കും. നല്ലതാണെങ്കിൽ നല്ലത്, മോശമാണെങ്കിൽ മോശം തന്നെ പറയും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം. തമിഴ് നടൻ സൂര്യയുടെ അഗരം ഫൗണ്ടേഷന് മലയാളികളുടെ സ്നേഹാദരം എന്ന നിലയിൽ തനിമൈ എന്നൊരു മ്യൂസിക് വീഡിയോ ചെയ്തിരുന്നു. ഇത് ശ്രദ്ധിക്കപ്പെട്ടു. അതിലൂടെയാണ് സുഹൃത്ത് വഴി തമിഴ് സിനിമയിലേക്കുള്ള അവസരം ഒരുങ്ങിയത്. തമിഴ് സിനിമയാണ് ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്യണ, മ്യൂസിക് ഡയറക്ഷൻ ചെയ്യണ ഫസ്റ്റ് മൂവി. ഇതുപോലെ തന്നെ ഞാനൊരു ആൽബം ചെയ്തിരുന്നു, തനിമൈ എന്ന് പറഞ്ഞിട്ട്, തമിഴിലാണ് ചെയ്തത്. നമ്മളെ ആക്ടർ സൂര്യയുടെ ഒരു അഗരം ചാരിറ്റി ഫൗണ്ടേഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ആനുവലിന് വേണ്ടിയിട്ട് നമ്മുടെ ഇവിടുത്തെ മലയാളികൾ, നമ്മുടെ ഒരു സുഹൃത്ത് വഴിയാണ് ഈ സാധനം ചെയ്യുന്നത്. ഒരു ആനിമേഷൻ വീഡിയോ ആയിരുന്നത്. അത് നല്ലൊരു യൂട്യൂബ് ചാനൽ അത്യാവശ്യം നമുക്കൊരു റീച്ച് ഉണ്ടാക്കി തന്ന്. അപ്പോൾ ആ പാട്ട് കണ്ടിട്ടാണ് ഈ പടത്തിൻ്റെ ഡയറക്ടറുണ്ട്, സന്തോഷ് നമ്പിരാജ് എന്ന് പറയും, പുള്ളി
നമ്മളൊരു സുഹൃത്ത്, പുള്ളിയുടെ ഒരു സുഹൃത്താണ്, എൻ്റെ ഒരു സുഹൃത്തും കൂടിയാണ്. അദ്ദേഹം വഴി നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ സിനിമ ഞാൻ ജോയിൻ ചെയ്യുന്നത്. ഈ സിനിമയിലേക്ക് ഫസ്റ്റ് അവർ വിളിച്ചിട്ട് പറയണത് ചെറിയ സിനിമയാണ്, വലിയ ബഡ്ജറ്റോ വലിയ സംഭവങ്ങളോ ഒന്നും അല്ലാത്തൊരു ചെറിയ സിനിമയാണ്. കണ്ടൻറ് ബേസ് ഇച്ചിരി സ്ട്രോങ് ആയിട്ടുള്ളൊരു സാധനമാണ്. പുള്ളിയാണെങ്കിലും ടൂലറ്റ് എന്ന് പറഞ്ഞൊരു സിനിമ ഏകദേശം 10-32 അവാർഡുകൾ വാങ്ങിക്കൂട്ടിയൊരു സിനിമയാണ്. ആ സിനിമയിലെ നായക നടനാണ്, നല്ലൊരു റൈറ്റർ കൂടിയാണ്. അപ്പോൾ പുള്ളി പറഞ്ഞത് കുറേ 1-2 മ്യൂസിക് ഡയറക്ടേഴ്സിനൊക്കെ, അതായത് പുതിയ ആളുകളെ ഞാൻ നോക്കിയിട്ടുണ്ട്, പക്ഷേ അവർ തന്ന മ്യൂസിക് ട്യൂണൊന്നും എന്നെ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. അപ്പം ഞാനും ഒരു ചോയ്സാണ് അവർക്ക്. നമ്മൾ നല്ലത് അവർക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സാധനമാണ്, അവരെ എന്താണോ ആഗ്രഹിക്കുന്നത് അതാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചാൻസ്. ഞാൻ കൊടുത്ത ചെയ്ത പാട്ടുകളൊക്കെ അവർക്ക് അയച്ചും കൊടുത്ത് അങ്ങനെ അവർ ആ സിറ്റുവേഷൻ പറഞ്ഞത്. ഫസ്റ്റ് സിംഗപ്പൂരും നമ്മളെ തമിഴ്നാടിൻ്റെ ഉൾനാടൻ ഗ്രാമത്തിലാണ് ഈ കഥ നടക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് എനിക്ക് അവർ സിറ്റുവേഷൻ പറഞ്ഞത് സിംഗപ്പൂരിൻ്റേതായിട്ടുള്ള മനോഹാരിത, അവിടുത്തെ ഈ തൊഴിലാളികൾ, അവരുടെ കഷ്ടപ്പാടുകൾ, അങ്ങനത്തെ ഒക്കെ കൂടി ആയിട്ടുള്ള ഒരു ടൈറ്റിൽ സോങ് പോലത്തെ ഒരു സോങ് വേണമെന്ന് പറഞ്ഞു. അതിന് ഞാനൊരു ട്യൂണ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ആ ഫസ്റ്റ് ട്യൂണ് തന്നെ പുള്ളി ഓക്കെ ആയി. പിന്നെ അത് 3 പാട്ടുകളുള്ളത്. അതിന് ശേഷമാണ് മറ്റു 2 പാട്ടിന് സിറ്റുവേഷൻ പറഞ്ഞു തന്നതും ട്യൂണ് കൊടുത്തു. 3 പാട്ടിനും ഓരോ ട്യൂണ് പുള്ളി ഓക്കെ പറഞ്ഞത്. അങ്ങനെയാണ് ഈ തമിഴ് മൂവി ചെയ്യുന്നത്. തിരുച്ചമ്പ്ര കൂട്ടത്തിൽ ഹംസ ഫാത്തിമ ദമ്പതികളുടെ മകനാണ് മഷൂദ് ഹംസ. സഫീറയാണ് ഭാര്യ. ആയിഷ മദീഹ, മുഹമ്മദ് മൻഹാജ് എന്നിവർ മക്കളാണ്. സംഗീത സംവിധാനത്തിലൂടെ സിനിമാ രംഗത്തെത്തിയെങ്കിലും തിരക്കഥ തന്നെയാണ് മഷൂദിൻ്റെ സ്വപ്നം.